ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഞാൻ എന്റെ സമയത്ത് പതിവ് 4 മണിക്ക് എണീറ്റുണ്ട്. ഇപ്പൊ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് കാണാട്ടോ. അപ്പൊ ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ് കേട്ടോ, അന്നത്തെ ദിവസത്തെ വീഡിയോ ആണിത്. അപ്പൊ ഞാൻ എണീറ്റിട്ട് കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി. ഇന്ന് ഞാൻ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇട്ടില്ല കേട്ടോ, ജസ്റ്റ് ചൂടുവെള്ളം അത്രേ ഉള്ളൂ. അത് ഉണ്ടാക്കിയിട്ട് കുടിച്ചു. അതിന്റെ ഇടയിൽ ഞാനിത് അടുപ്പില് തീയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് വെള്ളം ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ദേ നമ്മുടെ ബ്രൗൺ റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ചിലർക്ക് ചോദിക്കാറുണ്ട് അപ്പൊ ഏത് റൈസാണ്, അപ്പൊ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ തലേദിവസം കടല വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് പുട്ടുണ്ടാക്കാം. ആ കടല കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ പുട്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്പെഷ്യൽ പുട്ടാട്ടോ. എന്താ വെച്ചാല് നമ്മുടെ ഈ ചോളല്ലേ, ചോളം അതുപോലെ തന്നെ കുറച്ച് ഓട്സും. ചോളം കുറച്ചൊരു എന്താ പറയാ, മയക്കുറവുണ്ട് ചോളത്തിന്റെ പുട്ടിന്, അതായത് കുറച്ച് പെട്ടെന്ന് ഹാർഡാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് ഓട്സും കൂടി, ഓട്സ് പൊടിച്ചിട്ട് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് മയം കിട്ടും നല്ലോണം. ആ ഓട്സ് നമുക്ക് അറിയാലോ, വെള്ളം തട്ടി കഴിഞ്ഞാൽ അങ്ങനെ പഞ്ഞി മാതിരി ആവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചോളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓട്സോ ഗോതമ്പ് പൊടിയോ, കുറച്ചൊക്കെ ഞാൻ ഗോതമ്പ് അധികം ഉപയോഗിക്കാറില്ല, ഓട്സ് ആണ് അപ്പൊ അതുകൊണ്ട് ഇട്ടത് കേട്ടോ. അപ്പൊ അത് റെഡി ആയിട്ടുണ്ട്. നല്ലോണം ഒന്ന് കൈ വെച്ച് പുട്ട് തിരുമ്പാണ്ട് ആ ടേസ്റ്റ് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കൈ വെച്ച് നന്നായിട്ട് തിരുമ്പിയിട്ടുണ്ട്. പിന്നെ അതേ തേങ്ങ നമ്മളിത് ചിരകുണ്ട് കേട്ടോ. പിന്നത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ്. പിന്നെ എന്ന് പറഞ്ഞാല് പിള്ളേര് സ്കൂൾ പൂട്ടി, അമ്മ വീട്ടിലുണ്ട്. അപ്പൊ അങ്ങനെ എന്താ പറയാ, നേരം പോക്കിനുള്ള ആൾക്കാരൊക്കെ ഉണ്ട് വീട്ടില്. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു അടിയും കുഞ്ഞു കുഞ്ഞു സ്നേഹപ്രകടനങ്ങളും കുഞ്ഞു കുഞ്ഞു വഴക്കും ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ളതാട്ടോ നമ്മുടെ എന്താ പറയാ, കുട്ടികളുടെ ആ ഒരു വെക്കേഷൻ. നമുക്കറിയാലോ, കുറച്ചും കൂടി ഇപ്പൊ പാറു ചെറുതായ കാരണം, പക്ഷെ മുതിർന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ പൂരത്തല്ലായിരിക്കും. അപ്പൊ അങ്ങനെ, അപ്പോ ദേ നമ്മുടെ തേങ്ങയൊക്കെ ചിരകി. പിന്നെ എന്ന് പറഞ്ഞാല് ഇന്നലെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോ മീൻ കണ്ടപ്പോഴേ നമ്മള് 1/4 കിലോ നമ്മുടെ വലിയ ചെമ്മീനില്ലേ, അമ്മ ഭയങ്കര ഇഷ്ട ചെമ്മീൻ. അപ്പൊ വലിയ ചെമ്മീൻ മേടിച്ചു വിട്ടു. അപ്പൊ അത് നന്നാക്കി ഉപ്പുമുളകൊക്കെ പുരട്ടി വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പച്ചമാന്തളാണ് പാറുവിന് ഇഷ്ടം. പിന്നെ വലിയ ചെമ്മീനായത് കാരണം അമ്മുവിന് എന്താ പറയാ, ഫ്രൈ ചെയ്യണ അത്ര ഇഷ്ടമില്ല, കാരണം അത് ഭയങ്കര വലിപ്പം കൂടുതലല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് റോസ്റ്റ് മാതിരി കുറച്ച് ഗ്രേവി ഒക്കെ ഉണ്ടാക്കി, അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ ദേ നമ്മുടെ ഇവിടെ വീട്ടിൽ നിന്ന് അന്തിക്കാടിന് അമ്മ മാങ്ങ കൊടുത്തയച്ചിട്ടാണ് ചേട്ടൻ പോയപ്പോഴും. അപ്പൊ ആ പച്ചമാങ്ങ ചമ്മന്തിയില്ലേ, തേങ്ങയും പിന്നെ ഉള്ളി ഇടണം കേട്ടോ, ഉള്ളിയും പച്ചമാങ്ങ ഇട്ടിട്ട് അപ്പൊ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കൊട്ടപാത്രം കഴുകാണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ജിമ്മിലേക്ക് പോകണ്ടേ. കഴിഞ്ഞ ദിവസം എനിക്കൊരു വീഡിയോ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പൊ എവിടം വരെ എത്തി, ജിമ്മ് വരെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. മൈക്രോ ബ്ലേഡിങ് ചെയ്തു, ജിമ്മായി. പക്ഷെ നമ്മള് നമ്മുടെ എന്താ പറയാ, കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാലോ. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് നോക്കുന്നത് അത് നല്ല കാര്യല്ലേ. പിന്നെ മൈക്രോ ബ്ലേഡിങ് അതും പറഞ്ഞാൽ ഓരോരുത്തരുടെ ഇഷ്ടല്ലേ. അതും വിചാരിച്ചിട്ട് ഞാനിപ്പോ നാച്ചുറൽ സ്കിൻ കെയർ കാണിക്കുന്നുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എന്താ പറയാ, ഇപ്പോഴത്തെ കാര്യങ്ങൾ ഒന്നും ഞാൻ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു റൂൾസ് ഒന്നും ഇല്ലല്ലോ. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാം. നമുക്ക് നല്ലത് ആണെന്ന് തോന്നുന്നു ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ചെയ്യണം. ഞാൻ അങ്ങനെ അതൊന്നും പോവാറില്ല, പാർലറൊന്നും പോവാറില്ല. പക്ഷെ അന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മേക്കപ്പ് ബ്ലേഡിങ് ഒന്ന് ആഗ്രഹം ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഞാൻ പറയുകയും ചെയ്തു, ഞാൻ അങ്ങനെ ഒളിച്ചു വെച്ചിട്ടൊന്നല്ല ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് നമ്മള് ജിമ്മിൽ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ കാർഡിയോ ആണ് വ്യാഴാഴ്ച. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ചെയ്യണതാണ്. നല്ല വർക്കൗട്ട് ആട്ടോ കാർഡിയോന്റെ. അത്യാവശ്യം പട്ടിപ്പണി എടുക്കണം. അങ്ങനെ കഴിഞ്ഞാൽ മുടിയൊക്കെ ഒന്ന് കെട്ടി ജിമ്മിന്റെ ബാഗ് എടുത്ത് വാമപ്പ് ആട്ടാ ചെയ്യണത്. കുറച്ച് സ്പീഡിൽ അങ്ങോട്ട് ആക്കിയതാ വാമപ്പ്. അമ്മൂന് ഞാൻ 2-3 ജിം വെയർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവള് ജിമ്മില് ഇപ്പൊ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ ഇരിക്കുക. അവള് പിന്നെ വീട്ടിൽ ഇടുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാനിടാം. എന്തായാലും കാശ് കൊടുത്ത് മേടിച്ചിട്ട് വെറുതെ ഇങ്ങനെ ഇരുന്ന് നാശാക്കണ്ടല്ലോ. അതായത് അതങ്ങനെ ഇരിക്കണ കാരണം. പിന്നെ ഞാനാണെങ്കിൽ ഒരുപോലത്തെ 2 ജോഡി മേടിച്ചത്. അപ്പൊ ഒരു മാറ്റമായി ചെയ്യുന്നത്. പക്ഷെ ഭംഗി കിട്ടും കാണാൻ. ജിമ്മിൽ എല്ലാവരും പറഞ്ഞു നന്നായിണ്ടെന്ന്. അപ്പൊ നമുക്ക് നമ്മുടെ വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞിട്ട് കാണാട്ടോ. അങ്ങനെ വീട്ടിലെത്തി, മിറ്റടിക്കലൊക്കെ കഴിഞ്ഞു, വൃത്തിയാക്കി. ഇന്ന് നനച്ചില്ല കേട്ടോ, കാരണം എന്താ വെച്ചാൽ മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ നനഞ്ഞ് എല്ലാവരും കിടക്കണം. അപ്പോൾ പിന്നെ നനയ്ക്കണ്ട. ഇത് പിള്ളേരെ ഏറ്റുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പല്ല് തേക്കുന്നു. ഞാൻ അവർക്ക് ഫുഡ് കൊടുക്കട്ടെ. പിള്ളേര് ദേ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പുട്ടും കടലയും. പാറു തന്നെ പുട്ടും കടലയും. പിന്നെ അമ്മുന് ഞാൻ ഒരു മുട്ട കൊടുക്കാറുണ്ട് കാലത്ത്. പാറുവിന് ഞാൻ ഈവനിങ്ങിലാണ് മുട്ട കൊടുക്കാറ്, പുഴുങ്ങിയത്. പാറു കണ്ട പോസ്റ്റ് കാണിക്കുന്നത്. പിന്നെ പാറുവിനാണ് ഏറ്റവും ഇഷ്ടം. എന്താ കാണാൻ പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടം കേട്ടോ. എക്സ്ക്യൂസ് ലാമൺ എന്ന് പറയണില്ലേ ആളുടെ എല്ലാ കുക്കിംഗ് വീഡിയോയും പാറു വിടാണ്ട് കാണും. പാറുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ പുള്ളിക്കാരനെ. അപ്പോൾ എൻ്റെ വേ പ്രോട്ടീൻ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യാൻ കുടിക്കുക. ഇന്ന് എനിക്ക് വിഷുവിൻ്റെ എന്താ പറയുക, കുറച്ചും കൂടി ഷൂട്ട് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തു. ഇപ്രാവശ്യം ഞാൻ അങ്ങനെ വലിയ ഡ്രസ്സിലോ അല്ലെങ്കിൽ വലിയ മേക്കപ്പിലൊന്നും വലിയ ഇത് കൊടുക്കാണ്ട് കുറച്ചൊന്ന്
എന്താ പറയുക മറ്റു കാര്യങ്ങളൊക്കെയാണ് കുറച്ച് ട്രാൻസ്ഫോർമേഷൻ പോലെ കുറച്ച് ഡാൻസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് കൂടുതൽ കാരണം എല്ലാവർക്കും ഇപ്പം അങ്ങനത്തെയാണ് ഇഷ്ടം തോന്നുന്നുണ്ട് കാണുമ്പോൾ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയുന്നത് പോലെ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാം അറിഞ്ഞിട്ടല്ലല്ലോ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് നോക്കണം, പറ്റുമ്പോൾ ചിലപ്പോൾ ശരിയാവും, ചിലവരുടെ മോശമാവും. നമ്മൾ മുന്നൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയ ഒരു വീടില് ചിലവരുടെ ശരിയാവും, ചിലവരുടെ ശരിയാവില്ല അതുമാതിരിയാണ്. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. ചിലത് ആൾക്കാർ കമന്റ് ഇട്ട് കൊല്ലും, എന്തുട്ടാ കാണിക്കണേ തള്ളച്ചിയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നെവർ മൈൻഡ്, നമ്മൾ ചെയ്യും, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്തുള്ളൂ. അവര് അപ്പൊ ഞാൻ മുഴുവൻ തീർത്തിട്ട് ചേട്ടൻ നമ്മുടെ നിലാസർച്ചരം എന്താ പറയാ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അതുകൊണ്ടാണ് കാലത്ത് പോവും, വൈകുന്നേരം വരണം. അപ്പൊ ഫുഡ് കഴിക്കാൻ ആളുണ്ടാവില്ല, ഞങ്ങള് അമ്മയും മക്കളുള്ളൂ. അപ്പം പാറുവിനെ അമ്മുവിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് പോവാൻ, ഷൂട്ട് ചെയ്യാൻ. അതിന് മുന്നേ തലയും മേലൊക്കെ കുടിച്ച് തലമുടി ഉണക്കണം, എന്നിട്ട് വേണം പോവാൻ. അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ നിലാസർപ്സിന്റെ സ്മൂത്തിയാണ്, പിന്നെ മുട്ട. ഇതിൽ ഞാൻ ഒരു മുട്ടയുടെ മഞ്ഞ കഴിക്കുള്ളൂ, പിന്നത്തെ മഞ്ഞ ടിപ്പൂനാണ്. അപ്പൊ എനിക്കങ്ങനെ മഞ്ഞ തീരെ ഇഷ്ടമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഹാഫ് ബോയിൽ ചെയ്യും, അപ്പൊ ഞാൻ കഴിക്കും. ഉപ്പും കുരുമുളക് ഇട്ടിട്ടുണ്ട് കോരി കഴിക്കുക, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എപ്പോഴും അങ്ങനെ പറ്റാറില്ല. പിന്നെ അതിന് വേണ്ടി നിൽക്കണ്ടായിരുന്നു, എനിക്ക് മടിയാണ്. ഞാൻ മുട്ട തിളപ്പിക്കാൻ വെച്ചിട്ട് അങ്ങനെ നമ്മുടെ കാര്യത്തിൽ പോകാതെ അപ്പൊ പിന്നെ എന്ത് ശരിയായിട്ട് ഉറച്ചിട്ടുണ്ടാവും. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ അതെ, പിന്നെ ചോറ് ഊറ്റാണ്ട് കേട്ടോ. കാരണം ചേട്ടൻ പറഞ്ഞേ ചോറ് കുറച്ചും കൂടി വേവിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. അപ്പൊ ഞാൻ പോണ നേരമാകുമ്പോൾ അത്ര വേവില്ല. അപ്പൊ ഞാൻ തീയൊക്കെ മാറ്റി വെച്ചിട്ട് അങ്ങനെ തന്നെ വെള്ളം കുറച്ച് കൂടുതലായിട്ട് അങ്ങനെ തന്നെ അടുപ്പത്ത് വെച്ചിട്ട് പോകും. എന്നിട്ട് തിരിച്ച് വരുമ്പോൾ ഊറ്റ ചെയ്യാം. അപ്പൊ അതിന് ഊറ്റി ചോറ് ഇങ്ങനെ കോരിയെടുക്കണം. കഞ്ഞിയിൽ നിന്ന് ഊറ്റി ചോറാക്കി ഇടണം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ ചോറ് ഊറ്റുണ്ട് കേട്ടോ, ചോറ് ഊറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കടല, പിന്നെ ഞാന് ഫിഷ് ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ പുട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ ലാസ്റ്റ് ഒരു കഷ്ണം ഞാൻ ടിപ്പുവിന് കൊടുത്തു. ടിപ്പുവിന് പുട്ട് ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ ഞാൻ അവന് കൊടുക്കാറുണ്ട്. പിന്നെ അതേ മാങ്ങ ചമ്മന്തി. ഇനി ചോറും കൂടി ഒന്ന് ഊറ്റിയ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കണം, അതാണ് പരിപാടി. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയിട്ട് കുളിച്ചു കേട്ടോ. കുളിച്ച് വന്നിട്ട് നമ്മുടെ സ്കിൻ കെയർ അതെപ്പോഴും ചെയ്യാറുണ്ട്, കുളി കഴിഞ്ഞ് വന്നിട്ടാണ് ചെയ്യാറ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നും തല കുളിക്കുന്നുണ്ട്, കാരണം ഞാൻ വിയർത്ത് ഭയങ്കരമായി, എനിക്ക് വിയർപ്പുണ്ട്. എന്നെ ജിമ്മിൽ എന്നോട് സംസാരിക്കുന്നവരൊക്കെ ചോദിക്കുന്ന കാര്യമാണത്, എന്താണ് ഇങ്ങനെ വിയർക്കണേ. അതുമാതിരി ഞാൻ വിയർത്ത് ചീഞ്ഞ്, അതായത് ഇങ്ങനെ ഒലിച്ച് ഫുള്ള് ഒട്ടിയിട്ടാവും വരെ ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ തല ഫുള്ള് വിയർക്കും. അതുകൊണ്ട് ഞാൻ തല കഴുകിയില്ലെങ്കിൽ എനിക്ക് അതിന്റെ വേറെ പ്രശ്നങ്ങൾ വരും. എന്തെങ്കിലും പനിയോ ജലദോഷമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നും തല കഴുകേണ്ട. സത്യം പറഞ്ഞാൽ ഞാൻ ആഴ്ചയിൽ 3 തവണയൊക്കെയാണ് കഴുകാറ്. ഇപ്പൊ എനിക്ക് ജിമ്മിൽ പോയി ഇത്രയും വിയർക്കണോണ്ട് തന്നെ എന്താ പറയാ എന്നും കഴുകണം. അതെന്റെ ഒരു ഓരോരുത്തരുടെ ബോഡിയുടെ ഓരോ ഇതാണ് കേട്ടോ. അപ്പൊ ഞാൻ മോയ്സ്ചറൈസർ, അതായത് സിറം മോയ്സ്ചറൈസർ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഓയിൽ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ലിപ് ലൈറ്റനിങ് ഓയിൽ. അതൊന്ന് സെറ്റ് ആയി കുറച്ച് കഴിഞ്ഞപ്പോൾ ലിപ് ബാം കൂടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്തു. സൺസ്ക്രീൻ മസ്റ്റ് ആട്ടോ, എന്താ ചൂടല്ലേ, ഭയങ്കര ചൂടാണ് ഇപ്പൊ. സൺസ്ക്രീൻ ഇട്ടു. അങ്ങനെ നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞിട്ട് നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള നമ്മുടെ നിലാസർക്സിന്റെ സൺസ്ക്രീൻ ആട്ടോ. അപ്പോ അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, ചേട്ടനപ്പൊ ഒന്ന് നമ്മുടെ നിലാസർക്സ് ഞാൻ പറഞ്ഞില്ലേ സ്റ്റോക്ക് എടുക്കാൻ പോകണം. അപ്പൊ അതുകൊണ്ട് തന്നെ ചേട്ടന് പോണം. അപ്പൊ ആളുടെ കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ അതേ അമ്മുക്കുട്ടീനെ പണിയാട്ടത്, വീട് ആകുമ്പറൊക്കെ അടിച്ചു വാരി വെള്ളമൊക്കെ വെക്കുക ടേബിളില്. അത് അവൾ എന്നും ചെയ്യണതാട്ടോ. വെക്കേഷൻ ആണെങ്കിലും അല്ലെങ്കിലും അവൾക്ക് സ്ഥിരമായിട്ട് ചെയ്യണ കുറച്ച് പണികൾ കൊടുത്തിട്ടുണ്ട്. അത് അവളെ കൊണ്ട് ഞാൻ നിർബന്ധമായിട്ട് ചെയ്യിക്കൂട്ടോ. അപ്പൊ അതിന് അവളുടെ പണി തന്നെ ചെയ്യുന്നുണ്ട്. ടിപ്പു കൂട്ടി വണ്ടി എടുക്കുമ്പോഴേക്കും ടിപ്പു ചേട്ടൻ കൂട്ടിയെ കയറിയിട്ടാ. ടിപ്പു ഇന്ന് അങ്ങനെയാണ്, വണ്ടി എടുക്കണ അപ്പ കൂട്ടിയെ കയറും. അങ്ങനെ ചേട്ടൻ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അമ്മുക്കുട്ടിക്ക് ഇവിടെ ചേച്ചിയുടെ പോണെന്ന് പറഞ്ഞിട്ട്, നമ്മുടെ ചേച്ചി മാമനിലും അവിടെ പോണെന്ന് പറഞ്ഞിട്ട് ചോദിച്ചത്. അപ്പൊ ചേച്ചി അവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഫോൺ വിളിച്ച് ചോദിച്ചപ്പോ. അപ്പൊ എന്തേത് പാറുകുട്ടി, അങ്ങനെ അതേ അമ്മുക്കുട്ടി പാറുകുട്ടിയും കൂടി അങ്ങോട്ട് പോയി. ഞാൻ ഒരു വൈകുന്നേരം വരുള്ളൂ കേട്ടോ. അപ്പൊ അത് പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ടാണ്. പിന്നെ പെസവയുടെ കാരണം ചേച്ചിക്ക് മുടക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടാളും ബാഗ് എടുത്ത് ഓരോ ഡ്രസ്സൊക്കെ എടുത്ത് പോയി. പാറുവിന് ഡ്രസ്സ് എടുത്തേട്ടാ, കാരണം അവളെ എന്തെങ്കിലും കഴിക്കും മുടുപ്പിലേക്ക് ആക്കണ തന്നെ. പിള്ളേരും പോയി, ചേട്ടനും പോയി. ഇനി അവര് വൈകുന്നേരം വരുള്ളൂ. അപ്പൊ പ്രതീക്ഷിക്കാണ്ടാട്ടാ പിള്ളേര് പോയത്. പിള്ളേർക്ക് അമ്മൂനാണെങ്കിൽ നേരം പോവാണ്ടേ. അപ്പൊ അവിടെ നിന്ന് പെസവ്യാഴാണ് ഇന്നത്തെ ദിവസം. അപ്പൊ അവിടെ നമ്മുടെ ചേച്ചിയും മാമനും ഉണ്ട്. അപ്പൊ അവർക്ക് ഇന്ന് വർക്കൊന്നും ഇല്ല. അപ്പൊ അവരവിടെ ഉണ്ട് വീട്ടിൽ. അപ്പം കളിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാറുവിന് ഭയങ്കര ഇഷ്ടം അങ്ങോട്ട് പോകാൻ, അമ്മൂനും അത്. അപ്പൊ ഇവിടെ പിന്നെ ആരും ഇല്ലല്ലോ വേറെ, അവർ പ്രായക്കാരൊന്നും കളിക്കാനായിട്ട്. അവിടെ ഉണ്ട് കുട്ടികളൊക്കെ അങ്ങനെ. അപ്പൊ അവര് കളിക്കാൻ പോയത്, ഇനി വൈകുന്നേരം വരുള്ളൂ. ചേട്ടനാണെങ്കിൽ നിലാസർക്സിന്റെ സ്റ്റോക്ക് എടുപ്പിനും പോയിട്ടുണ്ട്, അവിടെ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാത്രമായി. അപ്പോൾ ഇനി ഞാൻ പോയിട്ട് ഷൂട്ട് ചെയ്യാൻ പോവാണ്. ഷൂട്ട് ചെയ്ത് എപ്പോൾ വരുന്ന ഒരു പിടുത്തമില്ല. ഇനിയിപ്പോൾ പിള്ളേരൊന്നും ഇല്ലാത്തന്നെ ഫുഡ് കൊടുക്കണം, മീൻ വറക്കണം, അങ്ങനത്തെ പണിയൊന്നും ഇല്ല. ഞാൻ ഒരു വൈകുന്നേരമല്ലേ വരുള്ളൂ, വൈകുന്നേരം ചെയ്താൽ മതി. അപ്പം ഞാൻ നേരെ പോയിട്ട് എൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ സമാധാനമായി എടുത്തിട്ട്, ഇന്ന് അടിച്ച് തുടയ്ക്കണ ദിവസമാണ്. അപ്പോൾ തിരിച്ച് വന്നിട്ട് നമുക്ക് അടിച്ച് തുടയ്ക്കണം. അത് പിള്ളേരില്ലാത്ത നല്ല സമാധാനമായിട്ട് അടിച്ച് തുടയ്ക്കും. അപ്പോൾ അതിനൊക്കെ തുടച്ച് വെടുപ്പാക്കിയിടാം. നമുക്ക് എന്തൊക്കെ തിരക്കാന്ന് പറഞ്ഞാലും നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാൻ സമയം കണ്ടെത്തണം കേട്ടോ. അതിലൊന്നാമത്തെ കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. എനിക്ക് അപ്പോൾ ഈ കാണുന്ന സ്റ്റിക്കർ പാർക്കൂടെ ഒട്ടിച്ചിട്ട് കേട്ടോ, ഇത് പൊളിച്ചെടുക്കാൻ പറ്റണില്ല. ഒരെണ്ണം ഉണ്ടാകുന്ന ഞാൻ എങ്ങനെയൊക്കെയോ ഇങ്ങനെ പിച്ച് പൊളിച്ചെടുത്തു, ഇത് പൊളിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു വെള്ളം മുഴുവനായിട്ട് ഒരു വൈകുന്നേരം ഒരു 5 മണി 6 മണിയാകുമ്പോഴേക്കും കുടിച്ച് കഴിക്കും. പിന്നെ ഞാൻ വേറൊരു കാര്യം ഓർത്തത് ഇപ്പോഴാണ്. എന്നിട്ടാന്ന് വെച്ചാലേ അമ്മ പോയില്ലേ, ഞാനാണെങ്കിൽ ഇന്ന് ഇടാൻ പോണത് ഒരു ധാവണിയാണ്. അതിൻ്റെ ബാക്കിലാണ് ഹുക്കിടാനായിട്ട് ആളില്ല. ഇപ്പോഴാലോചിച്ചത് ഇനി എന്ത് ചെയ്യും നമ്മൾ മല്ലയ്യ ഹുക്കിടാൻ. അല്ല, ഞാൻ തന്നെ ഇടാറുണ്ട്, നമ്മളിങ്ങനെ വല്ലാണ്ട് എത്തി വലിഞ്ഞു പിടിച്ച് ഇങ്ങനെ ഇടാറുണ്ട്. പക്ഷേ അറിയില്ല, ഇനിയിപ്പോൾ ബാക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ ദൈവമേ. ഞാൻ ചിലപ്പോൾ ഇടുന്നത് ശരിയാവില്ല, അങ്ങനെയൊക്കെ തെറ്റിയിട്ടാവും, കയറി ഇറങ്ങിയിട്ടൊക്കെ ഓടാം. എന്താണ് എടുക്കാൻ വേണം, എങ്ങനെയൊക്കെ എടുക്കാം. ചില സമയത്തേ അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഫ്രീ സൈസ് ആയിട്ടുള്ള നമ്മൾ തലക്കുഴാൻ പറ്റുന്ന ബ്ലൗസ്, അതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് വേറെ ആളില്ലാത്തതിന് പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും ഞാനിനി പോയിട്ട് നേരം മണി 10 ഇപ്പം തന്നെ 10 മണിയായി. അപ്പോൾ നമുക്ക് പോവാം. ഞാൻ ഇടയിൽ അതിന് വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടി വരാട്ടെ. ഷൂട്ട് ചെയ്തിട്ട് അതിനോട് എങ്ങനെ ശരിയാവുമെന്നൊക്കെ മനസ്സിൽ ചെറിയ പ്ലാനൊക്കെ ഉണ്ട്. അതുപോലെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആവും. നടന്നില്ലെങ്കിൽ അത് നമ്മുടെ കയ്യിലിരിപ്പ്, അത്രേ ഉള്ളൂ. നമുക്കറിയാത്തത് നമ്മൾ ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ശരിയാവില്ലല്ലോ, അത്ര തന്നെ ഉള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഇനി ഞാൻ പോയിട്ട് ഈ പരിപാടി. പിന്നെ ഇന്നത്തെ ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കലൊക്കെ കണക്കാവട്ടെ. കാരണം ഞാൻ എപ്പോഴാണ് വരാമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ തുടങ്ങിയിട്ട് രാവിലെ ഒരു 10 മണിക്ക് ഇങ്ങനത്തെ ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ ഞാൻ വരുന്നത് ഒരു 2 മണി 3 മണി ആയിട്ടാവും. അപ്പോൾ പിന്നെ എനിക്ക് എന്താ പറയുക, എന്താ കഴിക്കേണ്ടതെന്ന് കുടിക്കേണ്ടതെന്നുള്ളൊരു ബോധം ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്യും. എന്നിട്ട് വല്ല ഫ്രൂട്ട്സോ പേരക്കൊക്കെ എടുത്ത് തിന്നും. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലും കഴിക്കും. അത് ഒരു 5 മണി 6 മണിയിലുള്ള എന്തെങ്കിലും കഴിച്ചിട്ട് അവസാനിപ്പിക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. പോയിട്ട് അപ്പോൾ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞു കേട്ടോ. എൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല. അതെ, ബാക്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ആയിരുന്നു. ഞാനപ്പോൾ കുറച്ച് ജ്വല്ലറിയുടെ എടുക്കാണ്ട്, പിന്നെ ബ്ലൗസിൻ്റെ എടുക്കാണ്ട്, അങ്ങനെ കുറച്ചൊന്നും എടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ഇനിയുണ്ട്. ഇനിയൊരു സാരിയുടെ ലുക്കും കൂടി എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. അത് ഇന്നിപ്പോൾ ചെയ്യുന്നില്ല, കാരണം ഈ മേക്കപ്പൊക്കെ നമ്മളിങ്ങനെ റിമൂവ് ചെയ്തിട്ട് വീണ്ടും അടുത്തെടുക്കാൻ നിൽക്കണം. പിന്നെ ഞാൻ എന്തായാലും ചെയ്യുന്നില്ല. പിന്നെ ഈ സാരി കുറച്ചിങ്ങനെ നന്നായി തേച്ച് സെറ്റാക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സാരിയുടെ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഇതിൻ്റെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഓർണമെൻറ്റ്സിൻ്റെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഞാൻ വന്നത്. ഈ ഒരു ഡ്രസ്സിന് ഇതല്ല ഇട്ടിരുന്നത് കേട്ടോ. ഞാൻ ഇന്നലെ ഡ്രസ്സില്ലേ കമ്മൽ കാണാൻ ഇത് രസം, എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്കിങ്ങനെ ഓൾറെഡി ഇങ്ങനത്തെ ഒരെണ്ണമുണ്ട്, ചെവിയുടെ പോലെ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു മോഡലും കണ്ടപ്പോൾ മേടിച്ചതാണ്. ഇതിന് ചേരില്ല, പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. വേറെ ഔട്ട്ഫിറ്റിന് അടിപൊളിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിനി എന്തായാലും അതും കൂടെയൊക്കെ എടുത്തിട്ട് വേണം താഴത്ത് പോകാനായിട്ട്. നമുക്ക് ഇന്ന് വീട്ടിൽ അടിയിൽ ചെന്നിട്ട് താഴത്ത് ചെന്നിട്ട് നമുക്കിനി അടിച്ചു തുടയ്ക്കാണ്ട് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് കഴിക്കട്ടെ വേഗട്ടെ. ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെയാണ് നിന്നിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കണേ. കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ ആവശ്യമുണ്ട്. മേക്കപ്പ്, ഡ്രസ്സ് ഇതൊക്കെ കാണണമെങ്കിൽ നല്ല ഭംഗിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടണമെങ്കിൽ നമ്മൾ ലൈറ്റ് വെക്കണം. സാധാരണ ഞാൻ മുന്നോട്ട് നിന്നിട്ട് ഈ ജനല തുറന്നിട്ടാണ് ചെയ്യാറ്. ഇതിൻ്റെ ക്യാമറ, ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ, പിന്നെ വേറെ ലൈറ്റും കൂടി ഉണ്ട്. അതൊക്കെ താഴ്ത്താട്ടാണ് സംഭവം, ഒരു വടിമാതിരിയുള്ളത്. അതൊക്കെ ചേട്ടനുണ്ടെങ്കിലാണ് എടുക്കാറ്, കാരണം അത് എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ ബാക്കിലാണ് ഹാങ്ങിങ്സ് ഒക്കെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ ആ കെട്ടിയ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിന് താഴത്തേക്ക് വെച്ചിട്ടാണ് വീഡിയോ എടുക്കാറ്. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടെ മൊത്തം ചപ്പും ചോറും ഞാൻ കാണിച്ചു തരാം. കുറച്ച് സാധനങ്ങളും ചവറും ചപ്പൊക്കെ ഉണ്ട് കണ്ടില്ലേ. അതൊക്കെ ഞാൻ എന്താ പറയുക, മേക്കപ്പ് കാര്യങ്ങൾക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടെ എന്നിട്ടാണ് വീഡിയോ എടുക്കുക. പ്രത്യേകിച്ച് ഇങ്ങനെ വിളിച്ച് വെക്കാനൊന്നും ഇല്ല, അവിടെ നിൽക്കും ഇങ്ങനെ വീഡിയോ എടുക്കും. അപ്പം ഞാൻ താഴത്തെത്തി. ഞാനപ്പോൾ ഒരു പേരയ്ക്ക ചെത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. കഴിക്കാവും. മുഖത്തിലെ ലെൻസ് മാത്രം വലിയുണ്ട്, ബാക്കി കാണാനൊന്നും ചെയ്തിട്ടില്ല. ഞാനിവിടെ അടിച്ചു തുടയ്ക്കാൻ വേണ്ടിയിട്ടേ എനിക്ക് നിർബന്ധമാണ് വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ചയോ ശനിയാഴ്ചയോ അങ്ങനെ ആ ദിവസങ്ങളുടെ അവസാനത്തിൻ്റെ, അതായത് ഇയർ എൻഡ്
വീക്കെൻഡ് സമയങ്ങളിൽ ഏതെങ്കിലും, മിക്കതും ഞാൻ ശനിയാഴ്ച ആക്കിയായിരുന്നു. പിന്നെ എനിക്കത് ലഗ് ഡേ അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ കുറച്ച് വേദനയൊക്കെ ഉണ്ടാകും. അപ്പോൾ പിന്നെ അടിച്ചു കൊടുക്കാനും കുമ്മിട്ട് ഇതാക്കാനൊക്കെ ബുദ്ധിമുട്ട് കാരണം ഞാൻ അത് വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആക്കി. അപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. നാളെ എനിക്ക് കുറേ എഡിറ്റിങ് പണിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ചെയ്യാമെന്ന്. അപ്പോൾ പിന്നെ പിള്ളേരില്ലല്ലോ, അതാണ്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇതിന് ലൈറ്റ് ഡിമ്മാവണ പോലെ. എനിക്കിപ്പോൾ വിശപ്പ് നല്ലോണം കുറവാട്ടോ. അതായത് വേറെ നല്ല മെറ്റബോളിസം കൂടുതലായിരിക്കും വേണമെങ്കിൽ. എനിക്ക് വിശപ്പ് നല്ലോണം കുറവാണ്. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. ഇപ്പം അങ്ങനെ ഇല്ല. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്മൂത്തിയൊക്കെ കാലത്ത് കഴിക്കുമ്പോഴേ നമുക്ക് ഏകദേശം ഒരു 4 മണി വരെ വിശക്കില്ല എനിക്ക്, കാലത്ത് സ്മൂത്തിയും മുട്ടയും കഴിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഉച്ചയ്ക്ക് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കണമല്ലോ, അതുകൊണ്ട് കഴിക്കും ഉച്ചയ്ക്ക്. ഇല്ല കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരെയും കഴിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവാറില്ല. പിന്നെ വെള്ളം ഒന്നേ കുടിക്കും കേട്ടോ. അപ്പം ഞാനിനി പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും, നിങ്ങൾക്കും ബോറടിക്കും, പിന്നെ വീഡിയോ ലെങ്ത് ആവും. പിന്നത്തെ കാര്യം അടിച്ചതോടെ അവിടെ കിടക്കും. സമയം ഇപ്പോൾ 1:30 ക്ലോക്കിലാണല്ലോ. അപ്പോൾ കഴിച്ചിട്ട് വേഗം പണിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അമ്മുക്കുട്ടിക്ക് നല്ല അലർജിയുടെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ ഞാനത് എത്ര നേരമില്ലെങ്കിലും ആരും ഹെൽപ്പിന് ഒന്നുമില്ലെങ്കിലും പണ്ടേ തുടങ്ങിയിട്ട്, അതായത് ഇപ്പൊ 6 കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് നേരമില്ലാത്ത സമയത്താണെങ്കിൽ പോലും ഞാന് ആഴ്ചയിൽ ഒരിക്കൽ ഡീപ്പ് ക്ലീനിങ് ആണ്. അതായത് നിങ്ങൾ നോക്കിയാൽ വരുന്ന സാധനങ്ങൾ ഉണ്ടാകും. സോഫയുടെ പിന്നിലൊക്കെ ഒരു കുഞ്ഞ് ഐറ്റംസ് ആവും പാറ് കൊടുത്തിട്ടുണ്ടാവുക. അതിന്റെ അടിയിൽ നിന്നൊക്കെ കുറെ സാധനങ്ങൾ വരും, കളിപ്പാട്ടങ്ങളും എല്ലാ രണ്ട് സോഫയുടെ പിറകിലും കട്ടിന്റെ അടിയിലൊക്കെ ഉണ്ടാവും. അപ്പൊ ഡീപ്പ് ക്ലീനിങ് ആണ് ഞാൻ ഉദ്ദേശിച്ചേട്ടോ. അതായത് മൊത്തം സാധനങ്ങൾ മാറ്റിയിട്ട് അടിച്ചു തുടയ്ക്കും. അതുപോലെ മാറാല തട്ടും, ജനലൊക്കെ അടിച്ചു തുടയ്ക്കും. പിന്നെ ജനലിന്റെ എന്താ പറയാ കമ്പികളുടെ ഉള്ളൊക്കെ ഇങ്ങനെ പൊടി ഉണ്ടാവില്ലൊക്കെ കളയും. കാര്യം വാക്യൂം ക്ലീനർ വെച്ച് ചെയ്താൽ മതി. പക്ഷെ എനിക്കാണെങ്കിൽ അതൊക്കെ എടുത്തുകൊണ്ട് ചെയ്യാൻ ഭയങ്കര മടിയാണ്. നമ്മൾ പണ്ട് മുതലേ മാറാല തട്ടി അടിച്ച് ചടച്ച് ശീലമായ കാരണം അങ്ങനെ ചെയ്യൂട്ടാ. സോഫയിലുള്ള ഒരു കുന്ന ഐറ്റംസ് ആണ് കിടക്കണം മുഴുവൻ. ബാക്കിയെല്ലാ ദിവസം അങ്ങനെ പുറമേ ഒന്ന് പൊടി തട്ടി അടിച്ചു കൊടുക്കുന്നല്ലാണ്ട് ഇങ്ങനെ എന്നും മാറ്റി അടിക്കാൻ എനിക്ക് നേരം കിട്ടാറില്ല. പിന്നെ അമ്മൂനാണെങ്കിൽ ഇതുള്ള കാരണം പ്രത്യേകം നമ്മളത് പാറുവിനും കൂടി ഞാൻ അങ്ങനെ വരില്ലേ എന്നുള്ളൊരു പ്രാർത്ഥന എനിക്കുള്ളത്. കാരണം അത്ര അനുഭവിച്ചിട്ടുണ്ട് അലർജി കൊണ്ട് അമ്മൂനെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഞാൻ എത്ര നേരമില്ലെങ്കിലും ഞാൻ എത്ര ബുദ്ധിമുട്ടിയായാലും അത് ചെയ്യാറുണ്ട്. മൊത്തം ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞു. തുണികളൊക്കെ കുറെ വിരിച്ചിടാണ്ടായിരുന്നു, മടക്കാണ്ടായിരുന്നു. മടക്കിയിട്ടില്ല കേട്ടോ, അവിടെ കൊണ്ടു വെച്ചിട്ടുള്ളൂ. ഇനി ഇവിടെ അടിച്ച് തുടച്ചു. ഇനി ഞാൻ ഈ ചെമ്മീൻ നമ്മൾ കാലത്ത് എന്താ പറയാ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്യാൻ അമ്മൂന് കുറച്ചിങ്ങനെ ഗ്രേവി മാതിരി റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഇഷ്ടം. അപ്പൊ അത് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ഫ്രൈ ചെയ്യാനുണ്ട്. ഫ്രൈ ചിലപ്പോൾ ചെയ്യുള്ളൂ, ഇപ്പോൾ റോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അത് ചെയ്യട്ടെ കേട്ടാ. നമ്മളത് ചെയ്യണമെന്ന് വെച്ചാല് കുറച്ച് എണ്ണയിൽ കേട്ടോ നമ്മൾ ഈ ഒരു ചെമ്മീനൊന്ന് ഒരു ഹാഫായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. അത് കഴിഞ്ഞാല് നമ്മള് ഉള്ളി, അതുപോലെ വെളുത്തുള്ളി, സവോള, ഇഞ്ചി സാധനങ്ങളൊക്കെ നന്നായി വഴറ്റി മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഇങ്ങനെ ക്രീമി മാതിരി ആക്കി എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു എന്താ പറയാ ചെമ്മീൻ ഇട്ടിട്ട് കുറച്ചു നേരം ഒന്ന് മൂടി വെച്ച് തക്കാളിയൊക്കെ ഇട്ടിട്ട് ഗ്രേവി ആക്കി കുറച്ചല്ലേ ഉള്ളു. അപ്പൊ അങ്ങനെ കുറച്ചാക്കി അങ്ങനെ എടുക്കും. പണി കഴിഞ്ഞു കേട്ടാ. അപ്പൊ ഞാൻ ഇപ്പോഴാണ് ഫ്രീ ആയത്. ഇപ്പൊ സമയം 4 മണി. അപ്പോൾ നമ്മൾ 10 മണി തുടങ്ങിയിട്ട് 4 മണി വരെ എനിക്ക് പണിയായിരുന്നു. ഞാൻ ഫിഷ് ഫ്രൈ ചെയ്തു. എന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാൻ നിൽക്കണം, എന്തായാലും ഗ്യാസൊക്കെ എടുത്ത് ഓൺ ചെയ്തതല്ലേ. അങ്ങനെ ഞങ്ങളിപ്പോൾ എന്താ പറയുക കറികളൊക്കെ ഭയങ്കരമായിട്ട് കുറച്ചു കൂട്ടാ. കാരണം ഗ്യാസ് ഞങ്ങൾ ഒരെണ്ണം തീർന്നിട്ട് ഇതുവരെ ബുക്ക് ചെയ്തിട്ട് വന്നിട്ടില്ല. ഇനി ഈ ഒരെണ്ണം കൂടി ഉള്ളത് കഴിഞ്ഞു. ഞങ്ങളുടെ അടുപ്പത്ത് ഇനി കറികളും വറുക്കലൊക്കെ അടുപ്പത്താക്കിയാലൊന്നും ആലോചിക്കുന്നുണ്ട്. ചെറിയ മൺചട്ടിയിലെ കറി വെക്കണം, മൺചട്ടി മേടിക്കണം. മീൻ്റെ അല്ല, മറ്റേ കറികൾ വെക്കണം. അങ്ങനെ പിന്നെന്താ, അമ്മു പറഞ്ഞ് എന്തായാലും ഒരു 7:30 ആയിട്ട് നോക്കിയാൽ മതി. അവിടെ സെറ്റ് അവർ അങ്ങനെ വല്ലപ്പോഴും പോവാറുള്ളൂ. കാരണം അമ്മൂന് ക്ലാസ് ഉള്ള കാര്യം. ഇപ്പം ഇനിയിപ്പോൾ പോവാം, കാരണം വെക്കേഷനായി. പിന്നെ അവരുണ്ടാവണ്ട അവിടെ, അവർക്ക് ജോലിയുണ്ട്, ചേച്ചി മാമനും. പക്ഷെ ഇന്ന് പെസവ്യാഴ ആയതുകൊണ്ട് അവർക്ക് മുടക്കുണ്ട്. അത് തന്നെയാണ് ഇന്നും നാളേക്ക് വേണമെങ്കിൽ മുടക്കുണ്ടാവും. അപ്പം അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖ വെള്ളിയാഴ്ചയാണ്. സോറി, മീൻ വറുത്തിട്ട് ഒരു ഇതില്ലേ അത് കുത്തുന്നു. അപ്പോൾ ദുഃഖ വെള്ളിയാഴ്ച ആണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ ദുഃഖ വെള്ളിയാഴ്ച എൻ്റെ വീട്ടിലാവാറ്. പക്ഷെ ഇപ്രാവശ്യം അവിടെ അമ്മയില്ല. അമ്മ ഒരു മഠത്തിൽ ഹെൽപ്പിന് പോയിണ്ടായി. ഹെൽപ്പിന് ഇപ്പോൾ പോണില്ല, അമ്മ നിർത്തി, അമ്മയ്ക്ക് മുട്ടുവേനൊക്കെ ആയിട്ട്. അപ്പം ഞാൻ അമ്മോട് പറഞ്ഞ് പോവണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇപ്പോൾ ആവശ്യം ഈസ്റ്ററിൻ്റെ സമയത്ത് അവിടെ എന്തോ
അവർക്ക് ഒരാൾ ആവശ്യമുണ്ട്, അവരൊരു കുറച്ച് ദിവസത്തേക്ക് വരുമെന്ന് വെച്ചിട്ട്. അപ്പം അമ്മ അങ്ങനെ പോയി. അപ്പം അമ്മ അത് കാരണം ദുഃഖ വെള്ളിയാഴ്ച വീട്ടിലുണ്ടാവില്ല. അമ്മ ശനിയാഴ്ച വരുള്ളൂ, ദുഃഖ ശനിയാഴ്ച. അപ്പം ഞാൻ വിചാരിച്ചു ദുഃഖ ശനിയാഴ്ച പോവാന്ന്. അപ്പം ഈസ്റ്റർ വീട്ടിൽ കൂടിയിട്ട് വരാമല്ലോ, അതാണ് പോവാത്ത. അല്ലെങ്കിൽ ഞാൻ നാളെ പോകേണ്ടതായി, ദുഃഖ വെള്ളിയാഴ്ച വീട്ടിലായേനെ. അപ്പം ശനിയാഴ്ച പോകണം, എന്നിട്ട് ഈസ്റ്റർ കൂടിയിട്ട് വരണം. അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വിഷുവിന് പോകണം. അങ്ങനെയുള്ള വിശേഷങ്ങൾ. അപ്പം ഞാൻ ഇത്തിരി റെസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പം ഞാൻ സ്കിൻ കെയർ ചെയ്തു. ഡ്രസ്സൊക്കെ നനഞ്ഞിരിക്കുന്നു, മോൻ കഴുകിയിട്ട് സ്കിൻ കെയർ ചെയ്തു കേട്ടോ. ഞാനൊരു 5 മണിയാകുമ്പോഴേക്കും വൈകുന്നേരത്തെ ഫുഡൊക്കെ കഴിക്കും. അപ്പം ഞാൻ കുറച്ച് ഓട്സാണ് ജസ്റ്റ് ഇങ്ങനെ വെള്ളത്തിൽ കുറുക്കി കഞ്ഞി മാതിരി കുടിച്ചത് കേട്ടോ. അത് ഞാൻ പിന്നെ എടുത്തില്ല, മറന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെ ഇരുന്നിട്ടേ പിന്നെ ഞാൻ ഡെയിൻ ലൈഫ് എടുക്കുന്ന കാര്യം മറന്നു. അപ്പോൾ സമയം 5:30 ആവണം. സ്കിൻ കെയർ ഒക്കെ ചെയ്തു. ഡെയിൻ ലൈഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോറായി, കാരണം പിള്ളേരില്ലാത്തതുകൊണ്ട്. പിന്നെ എനിക്കും എൻ്റെ തിരക്കുകൾ കഴിഞ്ഞപ്പോൾ പിള്ളേരെ ഇല്ലാണ്ടൊരു സുഖമില്ലാത്ത പോലെ. തിരക്കുള്ളപ്പോൾ നമുക്ക് തോന്നും കുറച്ച് നേരം ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി, പിള്ളേരെ എവിടെയെങ്കിലും ഇരുന്നെങ്കിന്നൊക്കെ. പക്ഷെ അവരെ കൂടെ അങ്ങനെ എപ്പോഴും അടുത്തുണ്ടായിട്ടേ, പ്രത്യേകിച്ച് ചീട് അവൾക്കാണെങ്കിൽ എപ്പോഴും അവളുടെ പ്രായം അങ്ങനെയല്ലേ. അപ്പോൾ ഞാൻ പണികളൊക്കെ കഴിഞ്ഞു. കുറച്ച് തുണി മടക്കാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഇടാൻ ഇഷ്ടമില്ല. ഇന്നിപ്പോൾ ഇത്തിരി മടി, അത് കാരണം തുണി അവിടെ ഇരിക്കുക. ചേട്ടൻ നേരത്തെ വന്നു, ഫുഡ് കഴിച്ച് ആള് ഇപ്പോൾ ജിമ്മിന് പോയി. അപ്പം അങ്ങനെ. അപ്പോൾ ഇനി ഞാൻ വിചാരിക്കും TV വയ്ക്കാമെന്ന്. ഞാൻ സാധാരണ ശനി ഞായറൊക്കെയാണ് സിനിമ ഇരിക്കാറുള്ളത്. ബാക്കി എല്ലാ ദിവസവും ഞാൻ എൻ്റേതായിട്ടുള്ള വർക്കുകളാണെങ്കിൽ എഡിറ്റ് ചെയ്യാറുണ്ട്. ഞാൻ നാളെ അതിന് വേണ്ടി മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇത്രയും നേരം പണിയെടുത്ത് കഷ്ടപ്പെട്ട് എന്താ പറയുക, മുകളിൽ ഭയങ്കര ചൂടാണ്. AC ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ബില്ലേ മറ്റേ എന്താ പറയുക റോക്കറ്റ് പോലെ പോണേ. അത് കാരണം കറണ്ട് ബില്ലിൻ്റെ ഒരു വിഷമം കൊണ്ട് AC കുറച്ച് നേരം ഇടും. ഞാൻ മേക്കപ്പൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇടും, എന്നിട്ട് ഞാൻ കുറച്ച് നേരം ഓഫാക്കി ഇടും. അപ്പോൾ ആ ഒരു തണുപ്പ് കിട്ടുമല്ലോ കുറച്ച് നേരത്തേക്ക്. പക്ഷെ മുകളിലട്ടാ ചൂടാ, കാരണം മുകളിൽ മറ്റേ സംഭവം ഇട്ടാണ് സ്ട്രെസ് ഇട്ടാണ്. മനസ്സിലാണോ? നോക്കട്ടെ, വന്നിട്ടൊക്കെ ഉണ്ട്. ഞാനങ്ങനെ മസിൽ ബിൽഡിങ് എനിക്ക് ഇഷ്ടമൊക്കെ ആദ്യം ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എനിക്കിപ്പോൾ പോയി തുടങ്ങി പിന്നെ ഇഷ്ടമുണ്ട്. പക്ഷെ അങ്ങനെ മസിൽ ബിൽഡ് ചെയ്യണമെന്നില്ല. വെയിറ്റ് എപ്പോഴും മാനേജ് ചെയ്യണം, പിന്നെ നമ്മുടെ മസിൽ ലൂസ് ആവാണ്ട് സ്ട്രെങ്ത് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വളവളവളാന്ന് പറയും. പിന്നെ പിള്ളേർ വന്നിട്ട് കാണാം. 8 മണിക്ക് ആയപ്പോ നമ്മുടെ അമ്മും പാറും എത്തിയിട്ടോ. പാറുവിനാണെങ്കിൽ ഉറക്കം വന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ അവര് കഴിച്ചിട്ട് വേർക്കും നിറഞ്ഞിട്ടാണ് പാറുവിന്റെ ഇരിക്കുന്നത്. പാറുവിനൊന്നും വേണ്ട, ഉറങ്ങണം. അമ്മു ആണെങ്കിൽ ഞാൻ കുറച്ച് ഡ്രസ്സുകളൊക്കെ മടക്കി വെച്ചിരുന്നു. അപ്പൊ അവളുടെ ഡ്രസ്സുകൾ അവൾ തന്നെ എടുത്തു വെക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. അപ്പൊ അത് അവൾ എടുത്തു വെക്കുന്നു. അങ്ങനെ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുപോലെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ വേണമെങ്കിൽ പറയൂട്ടോ. ബൈ, ടേക്ക് കെയർ, ലവ് യു.